കൊച്ചി നഗരസഭ 11-12 ഡിവിഷനുകളെ മാലിന്യമുക്ത ഡിവിഷനുകളായി പ്രഖ്യാപിച്ചു. 11ാം ഡിവിഷൻ കൗൺസിലർ സോണി ഫ്രാൻസിസ് ആണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശ പദയാത്ര നടത്തി. മാലിന്യമുക്ത നവകേരളം കോർപ്പറേഷൻ തല പ്രഖ്യാപനത്തിന് മുന്നോടിയായി കൊച്ചി നഗരസഭയിലെ 11-12 ഡിവിഷനുകളിലെ തോപ്പുംപടി തറൈഭാഗം ഡിവിഷൻ തല ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശ പദയാത്ര നടത്തി. 11ാം ഡിവിഷൻ കൗൺസിലർ ഷീബ ഡൂറോം, 12ാം ഡിവിഷൻ കൗൺസിലർ സോണി ഫ്രാൻസിസ്, സർക്കിൾ ആൻഡ് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി എം, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ മാലിനി ഒ.വി തുടങ്ങിയവർ നേതൃത്വം നൽകി. പദയാത്രയിൽ വിവിധ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ, യുവജന ക്ലബ് അംഗങ്ങൾ, ആശാപ്രവർത്തകർ, അംഗനവാടി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഡിവിഷനിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിവിഷൻ തല മാലിന്യമുക്ത നവകേരളത്തിന്റെ ഔദ്യോഗിക ചടങ്ങ് 12ാം ഡിവിഷൻ കൗൺസിലർ സോണി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനം കഴിഞ്ഞ 2016 ശേഷം സംസ്ഥാനത്ത് ഭരിക്കുന്ന ഗവൺമെന്റ് സംസ്ഥാനത്തെ 5 മിഷനായി പ്രവർത്തിച്ചുകൊണ്ട് ആ ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് 2025 മാർച്ച് 30 മാലിന്യ വിമുക്ത കേരളം എന്ന പ്രഖ്യാപനം നടത്താൻ ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ്. നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷൻ 8ാം സർക്കിളിന്റെ കീഴിലുള്ള 11-12 ഡിവിഷനുകൾ മാലിന്യമുക്തമാക്കുന്ന പ്രവൃത്തി ഏകദേശം എനിക്ക് ഒരു മാസക്കാലമായി 2 കൗൺസിലേഴ്സും ഈ 8ാം സർക്കിളിലെ ജീവനക്കാരടക്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ പ്രദേശം മാലിന്യമുക്തമാക്കാൻ കഴിഞ്ഞു. ചടങ്ങിൽ 11-12 ഡിവിഷനുകളെ മാലിന്യമുക്ത ഡിവിഷനുകളായി പ്രഖ്യാപിച്ചു. 11ാം ഡിവിഷൻ കൗൺസിലർ ഷീബ ഡൂറോം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ SPHI ഷാജി എം, വലുമ്മൽ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളായ ജോസഫ് മാസ്റ്റർ കോന്നോത്ത്, ജോസഫ് രാധാകൃഷ്ണൻ, കുടുംബശ്രീ പ്രതിനിധി ലവിത നെൽസൺ, ആശാപ്രവർത്തക പ്രതിനിധികളായ നിഷ, ജോളി, സർക്കിൾ ആൻഡ് PHI മാലിനി ഒ.വി എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, ഒരു സംസ്ഥാനത്ത് പ്രഖ്യാപിക്കണമെങ്കിൽ അതിന്റെ താഴത്തെ തട്ട് മുതൽ ക്ലീൻ ചെയ്ത്, അതായത് പഞ്ചായത്ത് തലം മുതൽ മുനിസിപ്പൽ കോർപ്പറേഷൻ, മറ്റ് ജില്ലാതലം മുതൽ സംസ്ഥാന തലം വരെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമാകുമ്പോഴാണ് സംസ്ഥാനം പൂർണ്ണ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കേണ്ടത്. നമ്മുടെ നാട് ഏറ്റവും അപകടകരമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മാലിന്യ സംസ്കരണം. വളരെ ഫലപ്രദമായി ബ്രഹ്മപുരം ഒരു ഉണ്ടാക്കിയതിനു ശേഷം വളരെ ഫലപ്രദമായി നമ്മളത് ഇപ്പോൾ കൊച്ചി മാലിന്യ സംസ്കരണത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ നമ്മൾ മാലിന്യ സംസ്കരണത്തിൽ മുന്നേറി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇതിന് മാത്രം ഈ പ്രവർത്തനത്തിൽ പ്രസംഗത്തിന് മാത്രം കഴിഞ്ഞുകൂടാണ്ട് നമ്മുടെ പ്രവൃത്തിയിലും ഇതാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മുടെ വീണ്ടും പരിസരവും നമ്മൾ 1-2 ദിവസം തന്നെ ക്ലീനിയാക്കുന്ന അത് വളരെ മോശമായി കിടക്കുന്ന അവസ്ഥയായിരിക്കും. അതുപോലെ ഡിവിഷനിൽ മാലിന്യമുക്ത ഡിവിഷനുകളായിട്ട് തിരഞ്ഞെടുത്തെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങളില്ലെങ്കിൽ നമുക്കിത് ഈ പ്രസംഗത്തിന് മാത്രമായി പോകും. 11ാം ഡിവിഷൻ കൗൺസിലർ ഷീബ ഡൂറോം ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. We are certified swimming instructors from Interdive. ഈ സമ്മറിൽ Interdive is coming up with lots of swimming activities. Not only for just 10 days, But 20 days exclusive classes from every Monday to Saturday. class timings from morning 6 a.m. to 12 p.m., then afternoon 2 p.m. to 9 p.m. And after 20 days class, Interdive is providing you with free trial beach swimming with full safety and awareness.